ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒറ്റപ്പെട്ട അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്നെ കൊണ്ട് കൊള്ളത്തില്ല, എനിക്കൊരു കഴിവില്ല എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? ഒരു പയ്യൻ ഈശോയുടെ അടുത്ത് പരാതിയായിട്ട് ചെല്ലുവാണ്. ക്ലാസ്സിൽ എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുവാണ്. എന്നെ ആർക്കും വേണ്ട, എന്റെ കൂടെ ആരും കൂടുന്നില്ല, എനിക്കൊരു വിലയില്ലല്ലോ ഈശോ, എന്താണ് ഞാൻ ഇങ്ങനെ, എന്നെയാണ് എല്ലാവരും എന്നെ ഒറ്റപ്പെടുന്നൊക്കെ പറഞ്ഞ് പരാതിയായിട്ട് ചെല്ലുമ്പോൾ ഈശോ അവനൊരു കല്ല് കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, നീ കല്ലിന്റെ വിലയൊന്ന് അന്വേഷിച്ചിട്ട് വരാൻ പറയാം. അവൻ ആ കല്ലുമായിട്ട് ആദ്യം ചന്തയിലേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന ഒരു ഓറഞ്ച് വ്യാപാരിയാണ്. അദ്ദേഹം ഈ കല്ല് കാണിച്ചിട്ട് ഇതിന്റെ വില എത്രയാണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയാണ്, ആ കൊള്ളാലോ, നല്ല കല്ലാണല്ലോ, നീ ഒരു 10 ഓറഞ്ച് എടുത്തോ, ഈ കല്ലിയോടെ വെച്ചോളാം എന്ന് പറഞ്ഞാൽ അത് വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല, വില അറിയാൻ വന്നതാണ്. പിന്നീട് വീണ്ടും നടന്നു പോവുകയാണ്. പിന്നെ എത്തുന്നത് ഒരു പച്ചക്കറി കടക്കാരൻ്റെ അടുത്താണ്. അദ്ദേഹം ഈ കല്ല് കണ്ടപ്പോൾ വളരെ രസമായിട്ട് തോന്നി. അദ്ദേഹം കല്ല് നോക്കിയിട്ട് പറയുകയാണെങ്കിൽ 1 കിലോ പൊട്ടറ്റോ എടുത്തോ, ഈ കല്ലിയോടെ വെച്ചോ, കൊള്ളാം എന്ന് പറയുകയാണെങ്കിൽ അത് വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നീട് അവൻ ചെല്ലുന്ന ഒരു ജ്വല്ലറി ഉടമയുടെ അടുത്താണ്. ഇദ്ദേഹം ഈ കല്ല് വാങ്ങിയിട്ട് നോക്കുമ്പോൾ വളരെ മനോഹരമായ കല്ലാണ്, പ്രീഷ്യസ് ആയ കല്ലാണല്ലോ. അദ്ദേഹം പറയാണ്, ഒരു പണിയ്, ഞാൻ നിനക്ക് ഒരു 1,00,000 രൂപ തരാം, നീ കല്ല് ഇവിടെ വെച്ചേരെ എന്ന് പറഞ്ഞാൽ അത് വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പോകാനായിട്ട് തുടങ്ങുമ്പോൾ അദ്ദേഹം വീണ്ടും പറയാണ്, മോനെ നിൽക്ക് പോകരുതേ, ഞാനൊരു 10 ലക്ഷം രൂപ തന്നാലോ. അല്ല, അപ്പം പറയാം, എന്നിട്ട് സമ്മതിക്കാൻ പറയും, 1 കോടി രൂപ തരാം, നീ കല്ലിയോടെ വെക്ക് എന്ന് പറയാം. എനിക്ക് തരാമോ എന്ന് ചോദിക്കുമ്പോഴും പറയാണ്, സോറി, ഞാനത് വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അവൻ പിന്നെ അവിടെ നിന്ന് ഇറങ്ങുവാണ്. പിന്നീട് അവൻ ചെന്നെത്തുന്ന ഒരു രത്ന വ്യാപാരിയുടെ അടുത്താണ്. അദ്ദേഹം ഇവൻ വരുന്ന കാണുന്നതേ ഇങ്ങനെ എഴുന്നേറ്റ് നോക്കുവാണ്. ഈ കല്ല് അദ്ദേഹത്തെ കാണിക്കുമ്പോൾ അദ്ദേഹം വളരെ അത്ഭുതത്തോടെ ഈ കല്ലിനെ നോക്കുകയാണ്. അദ്ദേഹം ഒരു ചുവന്ന തുണിയൊക്കെ ഇട്ടിട്ട് ഈ കല്ലിനെ ഇങ്ങനെ വീക്ഷിച്ച് അദ്ദേഹം ഈ കല്ലിന്റെ മുന്നിൽ മുട്ടുകുത്തി വണങ്ങിയിട്ട് അദ്ദേഹം പറയാണ്, മകനെ, ഈ കല്ല് നിനക്ക് എവിടുന്നാണ് കിട്ടിയത്? ഈ കല്ലിനൊരു വിലയിടാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. എന്റെ ജീവിതം മുഴുവനും, ഈ ലോകത്തെ സമ്പത്ത് മുഴുവനും നിന്റെ മുമ്പിൽ വെച്ചാലും ഈ കല്ല് വാങ്ങാനായിട്ട് എനിക്ക് സാധിക്കത്തില്ലല്ലോ എന്ന് പറയാണ്. അവൻ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഓടുകയാണ്. ഈശോയുടെ അടുത്ത് വന്നിട്ട് പറയാണ്, ദൈവമേ, എന്താണിത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ഒരു കല്ലിന് ഈ 4 പേരും പല വിലയാണല്ലോ കിട്ടുന്നത്. ഈശോ അവനോട് പറയാണ്, അങ്ങനെ ഇതുപോലെ തന്നെയാണ് നീയും. നിന്റെ ജീവിതത്തിന്റെ വിലയിടാനായിട്ട് ആർക്കും സാധിക്കത്തില്ല, കാരണം നീ എനിക്ക് അത്രമാത്രം വിലയുള്ളവനാണ്. പലപ്പോഴും മനുഷ്യര് നമ്മോട് പറയും, നീ വിലയില്ലാത്തവനാണ്, കൊള്ളില്ലാത്തവനാണ്. ഇന്നത്തെ സുവിശേഷത്തില് നമ്മൾ കാണുന്നുണ്ട്, ഈശോ പറയാണ്, നീ എനിക്ക് വിലയുള്ളവനാണ്. പിന്നെ ഈ ആൾക്കാർ പറയുന്നത് മൈൻഡ് ആക്കണ്ട കേട്ടോ. അവർ നമുക്ക് പല വിലയിടും. ഇപ്പൊ പറയുന്ന ആയിരിക്കില്ല കുറച്ച് കഴിയുമ്പോൾ പറയുന്നത്. അതുകൊണ്ട് ആളുകളുടെ വാക്ക് കേട്ട് വിഷമിക്കാൻ നിൽക്കണ്ട. നമ്മുടെ യഥാർത്ഥ വില അറിയാവുന്ന ആർക്കാണ്? അത് ഈശോയ്ക്ക് മാത്രമേ ഉള്ളൂ.